മലയങ്കിഴ് ഗവൺമെന്റ് LPGSൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം MLA IB സതീഷ് നിർവഹിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റാർട്ട്സ് പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം കുട്ടികൾക്ക് വേണ്ടി പ്രീ പ്രൈമറിയിൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പഠനം എന്ന് പറയുന്നത് ആടിയും പാടിയും കളിച്ചും ഒക്കെ ആഘോഷമാക്കാം, ഉത്സവമാക്കാം. ഞങ്ങളൊക്കെ ഈ മൈക്കിൽ പ്രസംഗിച്ച് തുടങ്ങിയത് 10-18 വയസ്സായതിനു ശേഷമാണ്. നിങ്ങൾക്ക് നാളെ മുതൽ ആ മൈക്കിൽ പ്രസംഗിച്ചു തുടങ്ങാം, കേട്ടോ. ആ മൈക്കിൽ പാടാം, പ്രസംഗിക്കാം, മോണാഞ്ചി നടത്താം, മിമിക്രി നടത്താം. ഇതുപോലെ 13 മൂലകൾ കാട്ടാക്കട മണ്ഡലത്തിൽ ഒരു സ്കൂൾ ഒഴികെ ബാക്കി എല്ലാ സ്കൂളുകളും ഇതുപോലെ വർണ്ണക്കൂടാരമുള്ള സ്കൂളുകളായി മാറാൻ പോവുകയാണ്. ഹെഡ് മാസ്റ്റർ പ്രസാദ് രാജേന്ദ്രൻ. ഇവിടെ നമ്മൾ SSK കേരളത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രീ പ്രൈമറിയുള്ള വിദ്യാലയങ്ങൾക്ക് അനുവദിക്കുന്ന 10 ലക്ഷം രൂപയുടെ വർണ്ണക്കൂടാരം പദ്ധതി നമ്മുടെ സ്കൂളിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി 13 ഇടങ്ങളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഭാഷാ ഇടം, ശാസ്ത്ര ഇടം, ഗണിത ഇടം, പഞ്ചേന്ദ്ര ഇടം, ഹരിത ഇടം, അകംകളിയിടം, പുറംകളിയിടം, അതുപോലെ കുഞ്ഞരങ്ങ്, ഈ ഇടം, ആട്ടവും പാട്ടും മറ്റൊരിടം, പിന്നെ നിർമ്മാണ ഇടം, കരകൗശല ഇടം, ഇങ്ങനെ 13 ഇടങ്ങളായി നമ്മൾ കുട്ടികൾക്ക് അതിമനോഹരമായ രൂപത്തിൽ ആണ് ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പേര് വിനോദ് കുമാർ എന്നാണ്. ഞാൻ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയും കൂടാതെ നമ്മുടെ കുട്ടികളുടെ മാനസികമായ വികാസം ഈ സാധാരണ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പാരമ്പര്യമായ പഠന സംവിധാനത്തിലൂടെ നടക്കില്ല എന്നായപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായിട്ടുള്ള വർണ്ണക്കൂടാരം വലിയ പദ്ധതിയാണത്. 10 ലക്ഷം രൂപയുടെ പദ്ധതിയാണ്. ആ പദ്ധതി നമുക്ക് നമ്മുടെ MLA IB സതീഷ് അവർ മുഖാന്തരം അനുവദിച്ച് നൽകുകയും അത് നമ്മുടെ PTA അംഗങ്ങളും അധ്യാപകരും നാട്ടിലെ അഭ്യുദയകാംക്ഷികളെല്ലാവരും ചേർന്നിട്ട് ഈ പദ്ധതി ഒരു പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വർണ്ണക്കൂടാരം എന്ന് പറയുമ്പോൾ തന്നെ അത് വർണ്ണങ്ങളുടെ ഒരു ഇത് മാത്രമല്ല, കുട്ടികളുടെ സർഗാത്മകമായ എല്ലാ കഴിവും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് അവർ മാനസികമായും ശാരീരികമായും നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ കുട്ടി എങ്ങനെ സ്ട്രോങ് ആവണം, ലീഡർഷിപ്പ്, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്.